അവിടെ അവിടെ ക്യാൻസർ വന്ന അവിടെ മുല കീറിപ്പോയതാണ്. അതറിയത്തില്ലേ? അവിടെ ഒരു മുല റിമൂവ് ചെയ്തതാ. ക്യാൻസർ ആയിരുന്നു നമുക്ക്. അതുകൊണ്ടായിരിക്കും അവള് അതുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. ആർക്കറിയാം. പട്ടിപ്പാല് കുടിച്ച് വളർന്ന നിന്നെ പോലെയുള്ള PC തീട്ടമേ, നിനക്കൊന്നും മുലപ്പാലിന്റെ മഹത്വം മനസ്സിലാവില്ലടാ. നിനക്ക് എവിടെയാണ് പെറ്റിട്ടത് അല്ലെങ്കിൽ എവിടെയാണ് തൂറിയിട്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. നിനക്ക് കിട്ടിയത് പട്ടിപ്പാലും പന്നിപ്പാലൊക്കെ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയവും ഞങ്ങൾക്കില്ല. അതുകൊണ്ടാണ് മുല എന്ന് കേട്ടപ്പോ അല്ലെങ്കിൽ അത് പറയാൻ തന്നെ നിന്റെ നാക്കിന് അത്ര ശുഷ്കാന്തി. ഇവനൊക്കെ ആ നാട്ടിൽ വെച്ച് പൊറുപ്പിക്കുന്ന ജനങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളൊക്കെ ഞാൻ നമിച്ചു. ഇത്രയും നാൾ ഇവനൊക്കെ സഹിച്ചു നിന്നില്ലേ നിങ്ങളൊക്കെ? എത്രയോ ഇടിമിന്നലുകൾ തോന്നിയ പോലെ അവിടെ ഇവിടെ വീഴുക. ഇങ്ങനെയുള്ള നാറികളുടെ തലയിലൊന്നും അത് പതിക്കുന്നു പോലുമില്ല. ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ഈ വൃത്തികേടുകൾ ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. PC ജോർജെ, പൊന്നിപ്പൂ മോനെ, നിർത്ത് നീ ഒരു തെമ്മാടിത്തരം. ജോസ് കെ മാണിയുടെ ഭാര്യയായിട്ടുള്ള നിഷ ജോസ്, അവർ ക്യാൻസറിനെ അതിജീവിച്ചുകൊണ്ട് അതേ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ബോധവൽക്കരണ ക്ലാസ്സുമായിട്ട് രംഗത്ത് വന്നപ്പോൾ, ഓരോ കാരുണ്യ പ്രവർത്തനമായിട്ട് രംഗത്ത് വന്നപ്പോൾ ആ ഒരു കാര്യത്തെയാണ് ഈ നാറി, ഈ നികൃഷ്ട ജീവി, പന്നിക്കാട്ടം ഈ വൃത്തിയോട് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് പറഞ്ഞത്, മുലപ്പാലെല്ലാം നിനക്കൊക്കെ തന്നിട്ടുണ്ടാവുക എന്നൊരു സംശയവുമില്ല. നിന്നെ പെറ്റിട്ട ആ അമ്മയുണ്ടല്ലോ, ആ അമ്മ എന്ത് തെറ്റാണ് ചെയ്തത്? ഇപ്പൊ ആ അമ്മയെയാണ് എല്ലാവരും തെറി വിളിക്കുന്നത്. കാരണം നീ വിളിച്ചത്, നീ പറഞ്ഞത് അത് ഒരിക്കലും മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ജോസേ. സമ്മതിച്ചു പോയി. തീട്ടം നിന്ന പന്നി, നിന്നൊക്കെ എന്താ പറയാ? ആരാണെന്നറിയില്ല, ഈ വീഡിയോക്ക് ഒരു ചിരിക്കുന്ന മ്യൂസിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തന്തയ്ക്ക് പിറക്കാത്ത ആരോ ആണത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ അവന് മറ്റേതാണ് തോന്നുന്നതെങ്കിൽ അവനൊന്നും അമ്മയെയും പെങ്ങളെയും ഒന്നും തിരിച്ചറിയില്ല, PC ജോർജിനെ പോലെ. എന്തായാലും ആ മാറി പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. നമ്മുടെ ജോസ് കെ മാണിയുടെ ഭാര്യ തുണിയില്ലാതെ യാത്ര. എന്താ PC ജോർജെ, നീ വീട്ടിൽ നിന്ന് ഇന്ന് രാവിലെ തുണി എടുക്കാതെയാണോ പുറത്തു പോവാറ്? അമ്മാതിരി വൃത്തികെട്ട ഡയലോഗ്. അതാ പറഞ്ഞത്, വാ തുറന്നാൽ സെപ്റ്റി ടാങ്ക് ആണ് ഇവൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. ഇവനൊന്നും ഒരാൾ എവിടെയും ജയിപ്പിച്ചു വിടല്ലേ. ഇവനൊക്കെ തൂക്കി നിൽക്കുന്ന അല്ലെങ്കിൽ താങ്ങി നിർത്തുന്ന ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും അവരോടൊക്കെ എനിക്ക് നടുവിവരാൽ നമസ്കാരം മാത്രമേ പറയാനുള്ളൂ. ഇവനൊക്കെ അടുത്ത് ദൂരക്കള ആരാണെങ്കിലും. BJP ആണല്ലോ അല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെയാണല്ലോ പെരുത്ത് ഇഷ്ടാവുക. കുറെ വിദ്വേഷം പറയണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന ആളുകളൊക്കെ വെച്ച് പൊറപ്പിക്കുന്ന നിങ്ങളൊക്കെ ഈ കേരള ജനത പന്നിക്കാട്ടത്തിന്റെ വില പോലും കാണിക്കില്ല, ഒരു സംശയം വേണ്ട. കാരുണ്യ സന്ദേശ യാത്ര എന്നൊരു പരിപാടി നടത്തുന്നത്. ക്യാൻസർ, സ്ഥാനാർബുദ ചികിത്സയുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അവിടെ ക്യാൻസർ വന്ന അവിടെ മുല കീറിപ്പോയതാണ്. അതറിയത്തില്ലേ? ക്യാൻസർ വന്ന് അവരുടെ ഒരു ബ്രസ്റ്റ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇത് കണ്ടെത്തുന്നതിന്റെ മുന്നേ പോലും ഇവര് മമോഗ്രാം എന്ന് പറയുന്ന ആ ഒരു ചികിത്സാ രീതി അല്ലെങ്കിൽ ആ ബ്രസ്റ്റ് രോഗം കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമായ ആ ഒരു വിദ്യയെക്കുറിച്ച് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അത് വർഷാവർഷം ആളുകൾ എല്ലാവരും ചെയ്യണം, ഒരിക്കലും ഈ ഒരു അസുഖത്തിൽ പിടിപെടാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന ആ ഒരു സ്ത്രീ, അവർക്ക് തന്നെ അതേ അസുഖം വരികയും അവരത് തരണം ചെയ്ത് അവരുടെ ഫാമിലി എല്ലാവരും കട്ടക്ക് സപ്പോർട്ട് നിന്നുകൊണ്ട് അവർ ആ അസുഖത്തിനെ ഭേദിച്ച് വന്ന ഒരാളാണ്. ഇപ്പം മമോഗ്രാം എന്ന് പറയുന്ന ആ ഒരു ചികിത്സാ രീതിയെ കുറിച്ചിട്ട് ആളുകളെ ബോധവൽക്കരണം നടത്തുകയും മുൻകൂട്ടി അസുഖങ്ങൾ കണ്ടെത്താനുള്ള ഒരു നല്ല നടപടികളുമായി മുന്നോട്ട് പോയ ഒരു സ്ത്രീയെയാണ് ഇവൻ ഈ ഒരു വൃത്തികെട്ട രീതിയിൽ സമീപിച്ചത്. PC ജോർജെ, ഇതിനൊക്കെ ദൈവം കരുതി വെച്ചിട്ടുണ്ടാവൂടാ. പുഴുത്ത് ചീഞ്ഞ് നാറിയെ നീയൊക്കെ ചാവുള്ളൂ. നിന്റെ അമ്മയെ എനിക്ക് വിളിക്കാൻ പറ്റാത്തത് കൊണ്ടാ. നിന്റെ അമ്മ എന്ത് തെറ്റ് ചെയ്തു അല്ലേ? പക്ഷെ നീ മാറിടം അതിനൊരു വേറെ രീതിയിൽ കണ്ടല്ലോടാ PC. അമ്മക്ക് പറഞ്ഞ ആർക്കും ആ രീതിയിൽ മറുപടി അറിയാറിയല്ല. നമുക്കതൊരു ഇമോഷണൽ കൂടി ആവുന്ന ഒരു കാര്യമാണ്. അതാണ് അമ്മയുടെ മുലപ്പാല് ശരിക്കും നുകർന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു വികാരം. നീ തിന്നത് പട്ടിക്കാട്ടം, പട്ടിമൂത്രം, പന്നിമൂത്രം, ഇതൊക്കെയല്ലേ നിനക്ക് തന്നിട്ടുണ്ടാവുക. അതും കലക്കി അവളെ VK ബൈജുവിന് കൊടുക്കുന്നത് പോലെ. അവിടെ ഒരു മുല റിമൂവ് ചെയ്തതാ. ക്യാൻസർ ആയിരുന്നു നമുക്ക്. അതുകൊണ്ടായിരിക്കും അവള് അതുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. ആർക്കറിയാം.
ഇപ്പം വലിയൊരു എന്താണ് സോഷ്യൽ പ്രവർത്തകയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ക്യാൻസർ വേറെ മനുഷ്യനെയാണ്, കളിപ്പീരാണ്, അവർക്ക് അത് കഴിയില്ല. എനിക്കൊരു കാര്യം പറയാനുള്ളത് പി സി ജോർജിന്റെ ഫാമിലിയിലുള്ള ആളുകളോടാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒരു കാരണവശാലും ഈ നാറിയുടെ അടുത്ത് വിടരുത്. ഇവന്റെ വായിൽ നിന്ന് വരുന്നതൊന്നും നല്ല വാക്കുകളല്ല, വൃത്തികെട്ട വാക്കുകളാണ്. തെമ്മാടിയാണോ ഊളയാണ്. ഇവന്റെ അടുത്ത് നിങ്ങളുടെ പെൺകുട്ടികളെ ദയവ് ചെയ്ത് വിടരുത്. ഇവനിപ്പോ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലോ. ഒരു സ്ത്രീ ഇതൊക്കെ അതിജീവിച്ച് വന്നിട്ട് അവരൊരു ബോധവൽക്കരണ ക്ലാസ്സുമായിട്ട് രംഗത്ത് വരുമ്പോൾ അവരെ പുച്ഛഭാവത്തോട് കൂടിയിട്ട് കാണുക, അവരെ വളരെ മോശപ്പെട്ട രീതിയിൽ പറയുക, ഇതൊക്കെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതും കൂടിയാണ്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വനിതാ കമ്മീഷനൊക്കെ ഡയറക്റ്റ് കേസെടുക്കേണ്ട വിഷയമാണ്. ഇപ്പൊ നിലവിൽ ഇയാളൊരു വിദ്വേഷ പ്രസംഗം നടത്തിയതിന് കോടതിയിൽ ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്, ഉടനെ അറസ്റ്റ് ചെയ്യുന്നു പറയുന്നുണ്ട്. കൂട്ടത്തിൽ ഇതും കൂടി വെക്കുക. ഇവൻ പുറം ലോകം കാണരുത്, ഇവന്റെ ഫാമിലി പോലും വീട്ടിനകത്ത് കയറ്റരുത്. ആ രീതിയിലാവണം. അത്ര നാറിയാണ്. ഇതിലിപ്പോ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഇവര് തന്നെ ഈ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് കാരുണ്യ സന്ദേശ യാത്രയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ക്ലാസ്സുകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മമോഗ്രാം എന്ന് പറയുന്ന ആ ചികിത്സാ രീതി എന്തിനാ വെച്ചാൽ മുൻകൂട്ടി നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടെത്താനുള്ള ഒരു ഉപാധിയാണ്. അപ്പൊ അത് ആളുകൾ ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇവര് ഈ ഒരു അസുഖത്തെ കുറിച്ചിട്ട്, അവർക്ക് വന്ന അസുഖത്തെ കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. കുറച്ച് പഴയതാണ്, എന്തായാലും അതൊന്ന് കാണാം. ഈ സമയത്ത് കാണണം. എനിക്ക് 2 ബ്ലെസ്സിങ്സ് ഉള്ളത്. ഒന്ന്, എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട്. ജോസ് ഫുൾ ടൈം ഉണ്ടായിരുന്നു ഓപ്പറേഷൻ്റെ ടൈമിൽ. അത് കഴിഞ്ഞാണെങ്കിലും വന്നും പോയും ഇരിക്കുകയാണ്. പിള്ളേരുണ്ട് എൻ്റെ കൂടെ, എൻ്റെ പേരൻസ് ഉണ്ട്, ജോയുടെ സിസ്റ്റേഴ്സ് ഉണ്ട്, എൻ്റെ ബ്രദറും വൈഫും ഉണ്ട്. ജോയുടെ ഒരു സിസ്റ്ററും ഹസ്ബൻഡും ഫുൾ ടൈം ഓപ്പറേഷന് ത്രൂ ഔട്ട് ഓരോ റൂമിൽ കൊണ്ടുപോയപ്പം ദേ വർ ദേർ വിത്ത് മീ. ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് ദൈവത്തിനോട് ചോദിക്കേണ്ടത്? പിന്നെ രണ്ടാമത്തെ കാര്യം, എൻ്റെ ഉള്ളിലുള്ള സ്ട്രെങ്ത്. എത്രയോ പേഷ്യൻസിനെ ഞാൻ കാണുന്നു. അതുകൊണ്ട് ആ ഒരു സ്ട്രെങ്ത് എനിക്ക് ദൈവം തന്നുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. ക്യാൻസറിനെ കീഴടക്കിയിട്ടേ ഉള്ളൂ കാര്യം ഇനിയും. തീർച്ചയായിട്ടും ക്യാൻസറിനെ കീഴടക്കിയതാണ് അവർ പറയുന്നത്. അവരുടെ ഫാമിലിയൊക്കെ അവരെ കട്ട സപ്പോർട്ടാണ്. പിന്നെ അവരുടെ മനസ്സിനുള്ള വിൽ പവറും കൂടിയാണ് ഇതിനൊക്കെ കാരണമായിട്ടുള്ളത്. സാധാരണക്കാർക്ക് ഇങ്ങനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് നിൽക്കാണ്ടാവുമോ? ഉണ്ടാവൂല. സാമ്പത്തികം വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരം അസുഖങ്ങൾ വരുമ്പോൾ മുൻകൂട്ടി കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത്, അല്ലെ? എല്ലാവർക്കും വരാൻ സാധ്യതയുള്ള അസുഖമൊന്നുമല്ല. എന്നിരുന്നാൽ പോലും വന്ന് കഴിഞ്ഞാൽ ചെറിയ പൈസ ഒന്നുമല്ല, കുറെ പൈസ ചെലവുണ്ട്. അങ്ങനെയൊക്കെ ആളുകളെ സഹായിക്കുന്ന ഒരു പാവം ചേച്ചി, അവരെയാണ് ഈ നാറി. ഇവനെ നാറി എന്നൊന്നും വിളിച്ചാൽ പോരാ, അതിന്റെ അപ്പുറത്തേക്ക് വിളിക്കണം. ഇവർ ഈ വീഡിയോന്റെ അവസാനം ഒരു കാര്യം കൂടി പറഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും അവരോട് ഒരു ഭയങ്കര റെസ്പെക്ട് തോന്നിയത്. ഒന്ന് കേട്ടോക്കെ. എന്നെ ഫോണിൽ കിട്ടും, വാട്സാപ്പിൽ കിട്ടും, മെസ്സേജ് ആയിട്ട് കിട്ടും. എപ്പോഴും ഫോൺ എടുക്കണമെന്ന് നിർബന്ധമില്ല. ബട്ട് ഐ ആം ദെയർ ഫോർ യു ആൻഡ് ഐ നോ യു ആർ ദെയർ ഫോർ മീ ഓൾസോ. താങ്ക് യു. കേട്ടില്ലേ? അവര് ജനങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. ഈ അസുഖം ആളുകൾക്ക് ഉണ്ടാവരുതെന്ന് അവർ ചിന്തിക്കുന്നത് കൊണ്ടാണ്. ആ വേദന അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതിന്റെ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചത് കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതേ പ്രശ്നം മറ്റുള്ള ആളുകൾക്ക് ഉണ്ടാവണം എന്നല്ലല്ലോ ചിന്തിക്കുക, ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ചിന്തിക്കുക. അതാണ് നല്ല മനസ്സിന്റെ ഉടമകളായിട്ടുള്ള ആളുകൾ ചെയ്യുക. ആ ഒരു കാര്യത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു കാരുണ്യ യാത്ര സംഘടിപ്പിക്കുന്നത്. മമോഗ്രാം എന്ന് പറയുന്ന ആ ഒരു സംഭവം അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പല ആളുകൾക്ക് അതിനെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ സ്ത്രീകളെ സംരക്ഷിക്കാനാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ അമ്മ, അല്ലേ? അമ്മ എന്ന് പറഞ്ഞാൽ ദൈവതുല്യർ. അവരെ സഹായിക്കാൻ, അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോഴാണ് ഇവരുടെ ഒരു മുല മുറിച്ച് കളഞ്ഞതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാകാം ഇവർ ഈ ഒരു പരിപാടിയുമായിട്ട് ആളെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളത്. നിന്റെ വീട്ടില് അമ്മ പെങ്ങന്മാരൊക്കെ ഇല്ല എൻ്റെ പൊന്നുമോനെ, അവർക്കൊന്നും ഈ അസുഖം വരാതിരിക്കാൻ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ഇടിമിന്നലുകൾ പലതും പല വീടുകളിൻ്റെ മുകളിലും വന്ന് വീഴുമ്പോൾ നിന്റെ നെറുന്തലയിൽ അതൊന്ന് വീഴണേ എന്ന് ഞാൻ കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കാനും തയ്യാറാവും ഈ ഒരു നിമിഷത്തിൽ. അത് മലയാളികൾ എല്ലാവരും ചെയ്തിരിക്കും. നിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന BJP-ക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഈ കേരളത്തിൽ ഒരിക്കലും പച്ചപിടിക്കാൻ പോകുന്നില്ല. ഇങ്ങനെയുള്ള നികൃഷ്ട ജീവികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ രംഗത്ത് വരുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കേരള ജനത ബുദ്ധിയുള്ളവരാണ് എന്നുള്ളത്. നിങ്ങളുടെ കൂടെ എന്നും VK ബൈജുവിനെ പോലെയുള്ള ആളുകളും ഇമാതിരി ഊള നാറികളെ പോലുള്ള ആളുകളും മാത്രമേ ഉണ്ടാകൂ. നല്ല മനുഷ്യന്മാരെ കാണാൻ വലിയ പാടാണ്. 1 2 ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഉണ്ടാകും 1 2, അതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടാവില്ല.
എന്തായാലും പട്ടിമൂത്രം കുടിച്ചു വളർന്ന PC ജോർജിന് നടുവിരൽ നമസ്കാരം ഇട്ടുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. നിന്നെ ഇതൊന്നല്ല തരേണ്ടത്, വലുത് തരാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷേ നീ മാറിടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അതേ രീതിയിലാണ് മറുപടി തരുന്നതെങ്കിൽ അത് ശരിയല്ല. ഞാനും നീയും ഒരുപോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് ചാനൽ ഇഷ്ടമുള്ള ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, വിലയ്ക്ക് വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളും ഞാൻ വരും. അതിലേക്ക് സന്ദീപ് പോൾ സൈനിങ് ഓഫ്.